ഇതൊക്കെ വെറുതെ, ഇതൊക്കെ ഇവരെല്ലാം എല്ലാ കാര്യത്തിലും അങ്ങോട്ടും കൂടെ അഭിപ്രായ വ്യത്യാസവും. നിങ്ങളിത് കാണാതെ പോകുന്നത്, നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ UDFിൻ്റെയും പുറകെ എല്ലാവരും നടക്കുന്നതുകൊണ്ട് ഇത് കാണാത്തത്. LDFിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസവും. RSS വിവാദം പലതരത്തിലുള്ള അഭിപ്രായമല്ലേ പറഞ്ഞത്. ME ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, പിണറായി വിജയൻ വേറെന്ന് പറഞ്ഞു, ഇപ്പോൾ DGPയെ വെച്ചത് മുഖ്യമന്ത്രി വേറെന്ന് പറഞ്ഞു, P ജയരാജൻ വേറെ പറഞ്ഞു. ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ആരോഗ്യമന്ത്രി ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ വേറെ മാറ്റി പറഞ്ഞു, മുഖ്യമന്ത്രി വേറെന്ന് പറഞ്ഞു, പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി മന്ത്രിമാർ ക്യൂ നിന്ന് ആ ഡോക്ടറെ വരട്ടുവാണ്. CPIയുടെ ബിനോയ് വിശ്വം ഒന്ന് പറഞ്ഞു, ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയിലുള്ള മന്ത്രി വേറെന്ന് പറഞ്ഞു, അനിൽ. ഇത് ഇടതുമുന്നണിയിൽ ഒരു ഏകാഭിപ്രായമില്ല. മറ്റത് അപ്പുറത്ത് ടീം UDF നിൽക്കുക. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളിതൊന്നും കാണാത്തത്. അതും കൂടി നോക്കണം. ഇനി മുതൽ അതായിരിക്കും വാർത്ത. ഇപ്പുറത്തുനിന്ന് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ വെറുതെ ഉണ്ടാക്കണം, വെറുതെ ഇങ്ങനെ വാർത്തകൾ ഉണ്ടാക്കണം. ഇന്നലെ KPCC യോഗം കൂടി, അതാണ് സ്പീക്കർ N ശക്തൻ അതിശക്തമായി വിമർശിച്ചു. ഞാൻ N ശക്തൻ്റെ പ്രസംഗം ഇന്നലെ KPCC മീറ്റിംഗ് കേട്ടാണ്. അദ്ദേഹം നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്ത ഒരു വാക്കും അദ്ദേഹം പറഞ്ഞിട്ടില്ല. KPCC യോഗത്തിൽ വിമർശനം ഉണ്ടാവും, എനിക്കെതിരെ ഉണ്ടാവും, KPCC പ്രസിഡന്റ് ഉണ്ടാവും, നേതൃത്വത്തിനെതിരെ ഉണ്ടാവും. അത് ഞങ്ങളുടെ പാർട്ടിയാണ്, അത് പിണറായി വിജയൻ്റെ പാർട്ടിയല്ല. പിണറായി വിജയൻ ആരെങ്കിലും വിമർശിക്കുക? CPM യോഗത്തിൽ പോയിട്ട് മിണ്ടായിരിക്കല്ലേ? ഞങ്ങളുടെ പാർട്ടിയിലില്ല, ചെറുപ്പക്കാർ വരെ ഞങ്ങൾ വിമർശിക്കും. ഞങ്ങളത് കേട്ടിരിക്കും. ഞങ്ങൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്തും, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും നിങ്ങൾ പറഞ്ഞാണ് തെറ്റെന്ന്. അങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ്. മറ്റേതാരും മിണ്ടൂല. നിങ്ങൾ വേറെ ആ വിഷയമൊക്കെ വിട്. ഇതൊന്നുമല്ല. ഇത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ആരും ഫോക്കസ് മാറ്റണ്ട. കേരളത്തിൻ്റെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പാവപ്പെട്ടവൻ, ഒരു നിവൃത്തിയില്ലാത്തവനാണ് സർക്കാർ ആശുപത്രി പോണത്. സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റില്ല. ഒരു സർജറിയൊക്കെ നടത്തണമെങ്കിൽ 5-10 ലക്ഷം രൂപ വേണം. വീട് പണയപ്പെടുത്തിയാൽ കിട്ടൂല ആ പൈസ പാവങ്ങൾക്ക്. അവരാണ് ഈ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രിയിലും തന്നെ. അവൻ്റെ ഗതികേടാണ്. എന്തൊരു പേരുണ്ടായിരുന്ന അഭിമാനകരമായ രംഗമാണ് കേരളത്തിലെ ആരോഗ്യ രംഗം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഈ ഫോക്കസ് മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ സാധനമായിട്ട് വരുന്ന, അതൊന്നും ശ്രദ്ധിക്കണം.